உங்க நம்ம டிவிக்கு மறுபடியும் ஆட்சி அமைக்கணுமா? கான்பிடண்டா இருங்க மக்களே, நல்லதே நடக்கும், வெற்றி நிச்சயம். கொள்கைன்ற பேர்ல மக்களை ஏமாத்திக்கிட்டு கொள்ளையடிச்சுக்கிட்டு தமிழ்நாட்டை ஏமாத்துற இந்த டிஎம்கே இந்த ரெண்டு പേർക്ക് നടുവില தான். നാമക്കലിൽ 10,000-ങ്ങളെ കണ്ട് സംസാരിച്ച വിജയ് കരൂരിലേക്ക് തിരിച്ചു. ആ പോക്കിൽ അപകടകരമായി വണ്ടിയോടിച്ച ആരാധകർ ഇരുവശവും ബൈക്കുകളിൽ താരത്തെ പിന്തുടർന്നു. ജനം തിരിച്ചറിഞ്ഞ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ബസ്സിനെ പിന്തുടരുന്നത് തടയാനും കാരവാന്റെ കറുത്ത സ്ലൈഡിംഗ് വിൻഡോ അടച്ചിട്ടു വിജയ്. ഇത് വിപരീത ഫലമുണ്ടാക്കി. സൂപ്പർ സ്റ്റാറിന്റെ മുഖം കാണാൻ കഴിയാത്തതിനാൽ കൂടുതൽ പേർ വിജയിനെ ഫോളോ ചെയ്ത് വേഗത്തിൽ ബൈക്ക് ഓടിച്ച് ഒപ്പം കൂടി. നാമക്കല്ലിൽ റാലി തീർന്നത് 3:30-ക്ക്. ഉച്ചയ്ക്ക് നിശ്ചയിച്ച കരൂരിലെ പരിപാടിക്ക് വൈകിട്ട് 7 മണിയോടെ വിജയ് എത്തി. 6 മണിക്കൂറോളം വൈകിയെത്തി. സംസാരിച്ചു തുടങ്ങുമ്പോൾ ജനക്കൂട്ടം തിക്കിത്തിരക്കി. ബഹളവും ക്രൗഡും നിയന്ത്രിക്കാനാവാതെ പ്രസംഗത്തിനിടെ ആളുകളോട് സേഫായി നിൽക്കാൻ വിജയ് അഭ്യർത്ഥിച്ചു പലവട്ടം. ആൾക്കാർ മരത്തിലും ഇലക്ട്രിക് പോസ്റ്റിലേക്ക് പോലും വലിഞ്ഞു കയറി. ആൾക്കൂട്ടത്തിലേക്ക് ഒരു മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. പരിഭ്രാന്തി പടർന്നു. തിക്കും തിരക്കും നിയന്ത്രിക്കാനാവാതായി. കുഞ്ഞുങ്ങളെ കാണാതായി. അതൊരു വലിയ ദുരന്ത തുടക്കമായി. ദാരുണമായ സംഭവങ്ങളുടെ രാത്രിയായി അത് മാറി. തമിഴ്നാട് ദുഃഖത്തിലാണ്. കരൂരിലെ ജനം രോഷത്തിലും. നഗരത്തിൽ പലയിടത്തും വിജയിനെതിരെ പോസ്റ്ററുകളുണ്ട്. പലരും വലിയ ദേഷ്യം പ്രകടിപ്പിക്കുന്നു. വിജയ് ഓടിപ്പോയെന്ന വിമർശനം ജനത്തിനുണ്ട്. DMKയുടെ രാഷ്ട്രീയ ശത്രുത വിജയിനെതിരായ നീക്കങ്ങളിലുമുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായ ഉടൻ നടൻ കരൂർ വിട്ട് പ്രതികരിക്കാതെ ട്രിച്ചിയിൽ നിന്ന് വിമാനം കയറി ചെന്നൈയിലേക്ക്. അർദ്ധരാത്രി കടൽ തീരത്തെ വസതിയിൽ. ഇത് വിമർശിക്കപ്പെട്ടു. 10,000 പേരെ പ്രതീക്ഷിച്ചെടുത്ത് 800 പോലീസുകാരെ വിന്യസിച്ചു. വന്നത് 1.5 ലക്ഷത്തോളം ജനം. ഇതോടെ സംഘാടനവും പോലീസ് സുരക്ഷയും പാളി. ജനക്കൂട്ടം തന്നെ കാര്യങ്ങളെ വഷളാക്കി. അപകടം നടന്നതോടെ കരൂർ കണ്ണീർ കടലായി. ആശുപത്രിയിലെത്തിയ മന്ത്രി അൻബിൽ മഹേഷ് പൊയ്യാമൊഴിക്കും ആ കാഴ്ച കണ്ട് നിൽക്കാനായില്ല. ദുരന്തം സംഭവിച്ചപ്പോൾ വിജയ് ചെന്നൈയിലെ വീട്ടിലേക്കും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കരൂരിലെ ആശുപത്രിയിലേക്കും പറന്നു. 2 തരം രാഷ്ട്രീയ സമീപന രീതി കൂടി അത് തുറന്നു കാണിച്ചു. വേലിച്ചാമിപുരം ഗ്രൗണ്ട് പോലീസ് നിർദ്ദേശിച്ചു. പക്ഷേ TVK ആവശ്യപ്പെട്ട മാർക്കറ്റ് ഏരിയയും ലൈറ്റ് ഹൗസ് റൗണ്ട് അബൌട്ടുമായിരുന്നു. അത് ഇടുങ്ങിയതായിരുന്നു. DGP TVKയെ വിമർശിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. പോലീസിന് നന്ദി പറഞ്ഞാണ് വിജയ് പ്രസംഗിച്ചു തുടങ്ങിയത്. അതുകൊണ്ടിനി പോലീസ് ഇടപെട്ട് വഷളാക്കിയ കാര്യങ്ങൾ എന്ന പഴി എങ്ങനെ വിജയ് പറയുമെന്നതാണ് പ്രശ്നം. போலீஸ் டிபார்ட்மெண்ட்டுக்கு என்னுடைய மனமார்ந்த நன்றிகள். அவங்க இல்லைன்னா அந்த பைபாஸ்லேருந்து இந்த ஸ்பாட்டுக்கு என்னால் வந்திருக்க முடியுமான்னு எனக்கே தெரியல. ஸோ ஒன்ஸ் அகெயின் தேங்க்யூ ஸோ மச். ഏകാംഗ കമ്മീഷനായ മുൻ ജഡ്ജ് അരുണ ജഗദീശൻ ഇനി എന്തെല്ലാം കണ്ടെത്തലുകൾ നടത്തും എന്നതിനെ അനുസരിച്ചാണ് ബാക്കി. വിജയിനെ അറസ്റ്റ് ചെയ്താൽ രക്തസാക്ഷി പരിവേഷം ലഭിക്കും. അത് രാഷ്ട്രീയമായി DMKയ്ക്ക് ദോഷം ചെയ്യും. ഇതിനാൽ താരത്തിനെതിരെ കേസെടുക്കുന്നതിന് അറസ്റ്റ് ചെയ്യുന്നതിനോ DMK പലവട്ടം ആലോചിക്കുമെന്നുറപ്പാണ്. തമിഴക വെട്രിക്കഴകമായി മാറിയ വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ രാഷ്ട്രീയ തേരോട്ട തുടക്കത്തിലെ 3ാം മഹാറാലി ഉയരെടുത്ത റാലിയായി മാറി. ആദ്യ 2 ഘട്ട റാലികളിലെ സംഘാടന വീഴ്ചയെ തുടർന്ന് 23 നിർദ്ദേശം പോലീസ് നൽകിയെങ്കിലും അതിൽ പലതും ലംഘിക്കപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത്. മഹാറാലികളുടെ സുരക്ഷ സംബന്ധിച്ച് നേരത്തെ ഹൈക്കോടതി മുന്നറിയിപ്പും നൽകിയിരുന്നു. കഴിഞ്ഞ 3 റാലിയിലും പിഴവുകളുണ്ടായി. കരൂരിൽ ആ പിഴവ്
മഹാദുരന്തവുമായി. ஒரு பையன் இறந்துட்டான், பெரிய பையன். சின்ன பையனை காணோம். வீட்டுக்காரம்மா வேற ஐசியூல வச்சிருக்காங்க, எங்க அண்ணிய வேற. நான் என்னதான் பண்றேன் இதில், என் பையனுக்கு கண்ணு பூரா காயமா இருக்குது. വിജയ് സൂപ്പർ സ്റ്റാറിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് സമയമെടുക്കുമെന്ന് കൂടി ഈ സംഭവം കാണിച്ചു തരുന്നു. DMK നേതാവായ സെന്തിൽ ബാലാജിയെ പരിഹസിക്കാൻ 10 രൂപ മിനിസ്റ്റർ എന്ന് പറഞ്ഞ് കളിയാക്കി വിജയ് പാട്ടുപാടി സെന്തിൽ ബാലാജിയുടെ തട്ടകമായ കരൂരിൽ. എന്നാൽ ദുരന്തമുണ്ടായപ്പോൾ വിജയ് വീട്ടിലേക്കാണ് മടങ്ങിയത്. കളിയാക്കൽ നേരിട്ട സെന്തിൽ ബാലാജി ആശുപത്രിയിൽ ഓടിയെത്തി രക്ഷാപ്രവർത്തനം പാതിരാത്രി വരെ ഏകോപിപ്പിക്കുകയും ചെയ്തു. മന്ത്രിമാരായ അൻപി മഹേഷ് പിയാമഴിയും സുബ്രഹ്മണ്യവും KN നെഹ്റുവും ഒപ്പം. മന്ത്രി അൻപി മഹേഷിന്റെ കരച്ചിൽ കണ്ട ജനം വോട്ടർമാരാണ് എന്നത് TVK ഒരു പാഠമാണ്. കാരണം 5 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ. இப்ப யாரா வருவா சொல்றாங்க, வந்து யாரா என்னடா பண்ணுவோம். சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க மேலே கை வைக்காது. நான் ஒன்று வீட்டில் இருப்பேன், இல்லை நான் ஆஃபீஸில் இருப்பேன். என்ன வேணாலும் சார்.